റമദാൻ മാസത്തിലാണ് ദിയ ഫാത്തിമ കിരണിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളെടുത്തും കൂടാതെ പെരുന്നാൾ കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വിവാഹവുമായിരുന്നു. ഈ കിരൺ എന്ന വ്യക്തിക്ക് 45ഓളം വയസ്സുണ്ടെന്നും അയാൾ മുമ്പേ 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നുമൊക്കെയുള്ള വാർത്തയാണ് അതിൻ്റെ പിന്നാലെ പുറത്തു വന്നത്. പക്ഷേ ഇവരിപ്പോൾ ഒരു ലൈവിൽ വന്ന് പറയുകയാണ്, ഞങ്ങളെക്കുറിച്ച് അപവാദമാണ് മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നതെന്നും ഞങ്ങൾ ഇതിനെതിരെ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്നും തനിക്ക് 45 വയസ്സില്ലെന്നും താൻ മുമ്പ് വിവാഹം കഴിച്ചിട്ടില്ലെന്നും ദിയ ഫാത്തിമ എന്ന് പറയുന്ന ഈ പെൺകുട്ടി തൻ്റെ വീട്ടിൽ നിന്നും വരുമ്പോൾ സ്വർണമോ പണമോ ആയി ഒന്നും തന്നെ കൈവശപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ആ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. പിന്നെ പ്രത്യേകമായി ഇവർ പറയുന്നത് തങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന മതത്തിൽ തന്നെയാണ് ഇരുവരും ഇപ്പോഴും ഉള്ളത് എന്നാണ്. പക്ഷേ അതൊരു ന്യായപരമല്ലാത്ത വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ദിയ എന്ന് പറയുന്ന പെൺകുട്ടി വിശ്വസിക്കുന്ന മതത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നില്ല എന്നുള്ളതല്ലേ ഇവരുടെ ഈ ഒളിച്ചോട്ടത്തിനും കാരണം. അങ്ങനെ ആ മതത്തിൽ നിലകൊള്ളുന്ന ഒരു സ്ത്രീയാണ് ഇവരെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് അന്യമതസ്ഥനായ ഒരാളെ പ്രണയിക്കാനും കൂടാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിക്കാനുമെല്ലാം തയ്യാറാകുക? പിന്നെ മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നൊരു കാര്യമാണ് ഇവർ അമ്പലത്തിൽ പോയാണ് താലി കെട്ടി എന്നുള്ളത്. അതും ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരൊരു മഠത്തിൽ പോയാണത്രേ വിവാഹം കഴിച്ചത്. എന്തായാലും ഇവരെക്കുറിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് തെറ്റ് തന്നെയാണ്. അവരുടെ ജീവിതം തന്നെയാണ്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം. പക്ഷേ ഇതുപോലെ അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെൺകുട്ടികളെല്ലാം പിന്നീട് ശവമായി തിരിച്ചു വന്നതും വീട്ടിൽ കരഞ്ഞുകൊണ്ടെത്തിയതും ഇതുപോലെ കരഞ്ഞ് ലൈവിൽ വന്നതുമെല്ലാം ധാരാളം കണ്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. ഇനി ഇവർക്ക് ജീവിതത്തിൽ എന്ത് അവസ്ഥയാണ് വരുന്നത് എന്നും നമുക്ക് കാണാം. ഇവർക്കെന്നും ജീവിതത്തിൽ നല്ലത് തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനകത്ത് നിൽക്കാവുന്ന ലെവലും അവിടെ അമ്പലത്തിൽ നിന്ന് കൈപിടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് മതത്തിനെ കുറിച്ച് അന്വേഷിച്ച് അറിയാം. അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ്. അല്ലാണ്ട് നിങ്ങളെ കാസ്റ്റ് മാറ്റാൻ നിന്നിട്ട് ഞാൻ കൊണ്ട് മാറാൻ നിന്നിട്ട് നമ്മളെണ്ടാവും അന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മളെണ്ടാവുള്ളത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് അവിടുന്ന് കോർപ്പറേഷൻ തന്നെ, കോഴിക്കോട് കോർപ്പറേഷൻ തന്നെ 1-ാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത്. 1-ാം തീയതി കഴിച്ചിട്ട് അവിടെ നിന്നുള്ള കോർപ്പറേഷൻ തന്നെ നമ്മൾ ഈ മഠത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി അന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് 5-ാം തീയതി കിട്ടിയിരുന്നു. ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് 5-ാം തീയതി കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമ്മൾ രാത്രി വളവാടം സ്റ്റേഷനിൽ എത്തി 1-ാം തീയതി. അങ്ങനെ അവിടുന്ന് നമ്മളെ വീട്ടുകാർ വിളിച്ച് എല്ലാവരും വന്ന് കാര്യങ്ങൾ സംസാരിച്ച് ആരും ഒന്നും മോശമായിട്ടൊന്നും ഉള്ള രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായില്ല. എല്ലാവരും കൂടെ വന്ന എല്ലാവർക്കും എന്നോട് നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. അപ്പം അന്ന് തൊട്ടിട്ട് കുറേ പ്രശ്നങ്ങളാണ്. നമുക്ക് നാട്ടിൽ നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒളിവിലിരിക്കുന്ന പോലെയുള്ള റൂമിൻ്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ള ഒരാൾ ഒരു വാട്സപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവർ 2 കല്യാണം കഴിച്ചാണ്. ആ ഒരു ഓഡിയോ പിന്നെ 2 മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പം കല്യാണം കഴിച്ചാണ്. അതൊന്നുമല്ല, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം. അപ്പോൾ കുറേ ആൾക്ക് മനസ്സിലാവും. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഈ മതത്തിനെ കുറിച്ച് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ കാസ്റ്റ് മാറാൻ ഇതാക്കാനും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയില്ല, അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും ഇതാ നിന്നിട്ടൊന്നുമില്ല. എന്നെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ പറഞ്ഞില്ല. എനിക്ക് ഹിന്ദുക്കളെക്കാട്ടും കൂടുതൽ മുസ്ലിം ഫ്രണ്ട്സ് തന്നെയാണ്. ഇപ്പോൾ ആ ഒരു ഓഡിയോനെ വെച്ചിട്ട് ആ ഒരു ഓഡിയോ മാത്രം വിശ്വസിച്ചിട്ട് എന്താണെന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറേ ആൾക്കാർ അതിൻ്റെ വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന കല്യാണം കഴിച്ചെന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് 45 വയസ്സായി പറയുന്ന ആൾക്കാരുണ്ട്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വെക്കാൻ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങൾ മനസ്സിലാവും. അത് പറഞ്ഞു അത് വണ്ടിക്ക് ഞാൻ ഇത് കേട്ടപാട് ഒരു യൂട്യൂബ് വ്ലോഗിൽ ഒരാൾ പറയുന്നുണ്ട് ഇവിടെ എന്തെല്ലാം സ്വർണ്ണവും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് വന്നത്. പിന്നെ കഴിഞ്ഞ ഫെബ്രുവരി 14 എൻഗേജ്മെന്റ് ആയിരുന്നത്. ആ സമയം തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല. ഞാൻ അതൊന്നും കേൾക്കുന്നില്ല. കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിന്. ലാസ്റ്റ് കഴിഞ്ഞ 20 ഇറങ്ങുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഒന്ന് ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തായാലും വിളിച്ചേ പറ്റും, മെസ്സേജ് പറ്റും, എന്തായാലും നോക്കി പറ്റുള്ള ഇത് കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് നോക്കാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇറങ്ങി വന്നത്.